Hi, welcome back to another session of Theory of Structures. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തത് മൊമെന്റ് ഓഫ് ഇനേഷ്യനെ കുറിച്ചായിരുന്നു. മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ബേസിക്സ് നമ്മൾ പഠിച്ചു. എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതിന്റെ കുറച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്തു. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് റേഡിയസ് ഓഫ് ഗൈറേഷൻ, രണ്ടാമത്തത് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറഞ്ഞ സമയത്ത് വരച്ചൊരു ഫിഗറാണ് ഒരു ഏരിയ എ ഉള്ള ഒരു പ്ലെയിൻ ലാമിന. സോ അതിന്റെ സെൻട്രോയിഡ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് വൈ ആണ്. സോ മൊമെന്റ് അബൌട്ട് എക്സ് ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസിലോട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ, സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ. സോ ദാറ്റ് സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ about xx axis, that is ixx is equal to sigma ai yi square. ഇന്റഗ്രൽ ഫോമിലാണ് ഇന്റഗ്രൽ y സ്ക്വയർ ഡി എ എന്ന് നമുക്കറിയാം. അതുപോലെ y ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ സിഗ്മ എ ഐ എക്സ് ഐ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എ ആണ് നമുക്കറിയാം. സോ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെ ഐ എക്സ് എക്സും ഐ വൈ ഒക്കെ കണ്ട് ഡിസ്കസ് ചെയ്ത ഒരു മെയിൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാം. ഈ ബോർഡിക്ക് ഈ ഷേപ്പ് ആണെന്ന് അറിയാം, ഇത്രയും ഏരിയ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് അറിയാം. ഇനി ഈ ഏരിയനെ ഞാൻ ഒരു ആക്സിസിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ട്രിപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ടോട്ടൽ ഏരിയനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ സ്ട്രിപ്പാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഏരിയ ഇതാണ് ഇതിന്റെ ഷേപ്പ്, അതിന്റെ ഏരിയ എ ആയിരുന്നു. അതിന് ഞാനിപ്പോൾ ഒരു സിംഗിൾ സ്ട്രിപ്പ് ആക്കി, വിച്ച് ക്യാൻ റെപ്രസെന്റ് ദ ഏരിയ ഓഫ് ദിസ്, അതായത് ടോട്ടൽ ഏരിയ ഇതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് കെ എക്സ് ഫ്രം ദ എക്സ് ആക്സിസ്. കെ എക്സ് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇറ്റ് ഈസ് നോട്ട് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കെ എക്സ് എന്ന് കൊടുത്തത് നമ്മളിപ്പോൾ കാണാം. സോ കെ എക്സ് എന്ന് പറയുന്ന എക്സ് ആക്സിസിൽ നിന്ന് കെ എക്സ് ഡിസ്റ്റൻസിലാണ് ഇതിന്റെ ടോട്ടൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു വിചാരിക്കുക ഒരു സ്ട്രിപ്പ് ആയിട്ട്. അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്തായിരിക്കും? ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു എ കെ എക്സ് സ്ക്വയർ. സോ എക്സ് ആക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ആയതുകൊണ്ട്, ഐ എക്സ് എക്സ് ആയതുകൊണ്ടാണ് ഇതിനെ ഞാൻ കെ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്തു. സോ ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു എ കെ എക്സ് സ്ക്വയർ ആയിരിക്കും ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ റെപ്രസെന്റ് ചെയ്യാൻ അതിനെ ചെറിയൊരു ഏരിയ ആക്കിയിട്ട്, ടോട്ടൽ ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആക്കിയിട്ട് ഒരു ആക്സിസിൽ നിന്ന് അറ്റ് എ ഡിസ്റ്റൻസ് വെക്കുകയാണെങ്കിൽ വിത്ത് സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ, ആ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഏരിയ, ടോട്ടൽ ഏരിയ, അതിന്റെ ഷേപ്പോടുകൂടെ ആ ഏരിയനെ ഞാൻ ഒരു ആക്സിസിന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സിംഗിൾ സ്ട്രിപ്പ് ആക്കുന്നു. ആ സിംഗിൾ സ്ട്രിപ്പ് ഏത് ഡിസ്റ്റൻസിൽ വെച്ചാലാണോ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടുക, ഈ ഷേപ്പിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏത് ഡിസ്റ്റൻസിൽ വെച്ചാലാണോ കിട്ടുക, ആ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാ, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാം. സോ ഇവിടെ ഞാൻ എക്സ് ആക്സിസ് എടുത്തു, എക്സ് ആക്സിസിന് കെ എക്സ് ഡിസ്റ്റൻസിൽ വെച്ചാൽ ഐ എക്സ് എക്സ് ഈക്വൽ ടു എ കെ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണെങ്കിൽ ഈ കെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതുപോലെ ഇതിനെ ഞാൻ വൈ ആക്സിസിൽ വെക്കുന്നു. സോ വൈ ആക്സിസിൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കെ വൈ ആണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഐ വൈ വൈ ഈസ് ഈക്വൽ ടു എ കെ വൈ സ്ക്വയർ. അതായത് ഈ വൈ ആക്സിസിൽ നിന്ന് കെ വൈ ഡിസ്റ്റൻസിൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ ആസ് ദാറ്റ് ഓഫ് ദ ഹോൾ സെക്ഷൻ. എന്ന് വെച്ചാൽ ആ സെക്ഷന്റെ അതിന്റെ ഷേപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് സ്ട്രിപ്പ് ആക്കി കഴിയുമ്പോൾ കിട്ടും. ആ ഡിസ്റ്റൻസ് ആണ് കെ വൈ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ എൻറ്റയർ ഏരിയ, ഇപ്പൊ നമ്മൾ ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഏരിയ പോലെ മാസും ഇതുപോലെ പറയാൻ പറ്റും. മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, മാസ് കീപ്പ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയാം. സോ ഇഫ് ദ എൻറ്റയർ ഏരിയ ഓർ മാസ് ഓഫ് എ ബോഡി ഈസ് അസ്യൂംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് കെ ഫ്രം ദ ആക്സിസ് ഓഫ് റെഫറൻസ്. ഞാനിവിടെ എക്സും വൈയും വരച്ചു അല്ലെ, അതുപോലെ ഏത് ആക്സിസും, നിങ്ങൾ ഏത് ആക്സിസ് എടുത്തു ആ ആക്സിസിനെ റെപ്രസെന്റ് ചെയ്ത ഒരു ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഡിസ്റ്റൻസിൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു ഏരിയ ടൈംസ് ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എപ്പോഴും അതാണ് അല്ലെ, പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് സ്ക്വയർ ഇൻറ്റു ദ ഏരിയ. സോ ഐ ഈസ് ഈക്വൽ ടു എ കെ സ്ക്വയറിന് കിട്ടി. സോ ദിസ് കെ ഈസ് വാട്ട് ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ.
So k is the radius of gyration. I is equal to ak square അല്ലെങ്കിൽ k എന്നാണ്. K is equal to root of I by a. So ഇതാണ് ഒരു ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? I എന്ന് പറഞ്ഞാൽ ലെങ്ത് റേസ് ടു 4 ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് സ്ക്വയർ ആണ്. സോ ലെങ്ത് റേസ് ടു 4 ബൈ ലെങ്ത് സ്ക്വയർ എന്നാണ് ലെങ്ത് സ്ക്വയർ. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ ആ ഏരിയ വെക്കുന്നത് അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്. സോ യൂണിറ്റ് ലെങ്ത്തിന്റെ ടേംസിലായിരിക്കും. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ പ്ലെയിൻ ലാമിന ഓർ എ ബോഡി എന്ന് പറയാം. ബോഡി ആണെങ്കിൽ മാസിന്റെ ടേംസിൽ പറയും, ലാമിന ആണെങ്കിൽ നമ്മൾ ഏരിയന്റെ ടേംസിൽ പറയും. ഓക്കെ, ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി is a distance such that its square multiplied by the area of the lamina gives the moment of inertia about the axis. So നേരത്തെ പറഞ്ഞത് തന്നെ. So radius of gyration k ആണെങ്കിൽ moment of inertia എന്താണ്? a into k square. So it is a distance from the axis such that its square multiplied by area gives the moment of inertia about that axis. അതാണ് ഡെഫിനിഷൻ അല്ലേ? സോ ഐ ഈസ് ഈക്വൽ ടു എ കെ സ്ക്വയർ, നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ, കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഐ ബൈ എ. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സിഗ്നിഫിക്കൻസ്? നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു. പിന്നെ എന്തിനാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ടേം എന്ന് നമുക്ക് സംശയം ഉണ്ടാകും. സോ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, സോ നമുക്കിപ്പം ഏരിയ അറിയാം, റേഡിയസ് ഓഫ് ഗൈറേഷനും അറിയാം. ഒരു ബോഡീന്റെ ഏരിയയും അറിയാം, റേഡിയസ് ഓഫ് ഗൈറേഷനും അറിയാമെങ്കിൽ അതിന് എന്ത് ഷേപ്പ് ആയിക്കോട്ടെ, വി ഡോണ്ട് മൈൻഡ്. എവിടെ എങ്ങനെ വേണമെങ്കിലും ഒരു ആക്സിസിനെ വെച്ച് ആ ബോഡി ഇരുന്നോട്ടെ, വി ഡോണ്ട് മൈൻഡ്. വി ക്യാൻ കാൽക്കുലേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഏരിയ ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ. മറ്റേത് ആ ബോഡിയുടെ ഷേപ്പ് നമുക്കറിയണം, ആ ഷേപ്പ് അനുസരിച്ച് അതിന് സ്ട്രിപ്പ് ആക്കണം, എന്നിട്ട് അതിന്റെ ഓരോ പോയിന്റിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച് അതിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? പകരം അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷനും ഏരിയയും അറിയാമെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്താൽ മതി, അതിന്റെ ഷേപ്പ് നമുക്ക് അറിയേണ്ട കാര്യമില്ല. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു ഐ ഈസ് ഈക്വൽ ടു എ കെ സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. സോ വി ഗെറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ വിതൗട്ട് നോയിങ് ദ ഷേപ്പ് ഓഫ് ബോഡി. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ ബെൻഡിങ്ങിന്റെ സ്ട്രെങ്ത് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വെച്ചാൽ ഒരു ഫാക്ടർ. ടോട്ടലി ഇറ്റ് ഈസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ മൊമെന്റ് ഓഫ് ഇനേഷ്യ, പക്ഷെ അതിന്റെ ബെൻഡിങ് സ്റ്റിഫ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു അല്ലെ? സോ അതിനെ നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേംസിൽ പറഞ്ഞാൽ, ഇപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചെറുതാണെങ്കിൽ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കുറവാണെങ്കിൽ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഏരിയ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലെ? സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ കുറയാ എന്ന് വെച്ചാൽ നമ്മുടെ ആക്സിസിൽ നിന്ന് ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് കുറയാ എന്ന അർത്ഥം. ആക്സിസിൽ നിന്ന് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് കുറവാ. സോ ഏരിയ ഈസ് നിയർ ടു ദ ആക്സിസ്. ഏരിയ നിയർ ടു ദ ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയും എന്ന് നമ്മൾ പഠിച്ചു. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറയാന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റെസിസ്റ്റൻസ് ടു ബെൻഡിങ്, അതിന്റെ റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ കുറയാന്നാണ് അർത്ഥം. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ കുറവാണെങ്കിൽ അതിന് ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കും. പ്രത്യേകിച്ച് സ്റ്റീലിന്റെ ഡിസൈൻ ഒക്കെ വരുമ്പോൾ ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചിട്ടാണ് ബീമിന്റെയും കോളത്തിന്റെ ഒക്കെ ഡിസൈൻ നമ്മൾ എടുക്കുക. കാരണം ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആക്സിസ് അതായിരിക്കും. ഏത് ആക്സിസിലാണോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഏറ്റവും കുറവ്, അവിടെ ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ? സോ അവിടെ ആയിരിക്കും പെട്ടെന്ന് വളയാനുള്ള ചാൻസ് കൂടുതൽ. സോ അതിനനുസരിച്ചാണ് നമ്മൾ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക. സോ അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ സിഗ്നിഫിക്കൻസ്. സെയിം ഇപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ ആക്സിസിൽ നിന്ന് റേഡിയസ് ഓഫ് ഗൈറേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ ഏരിയ ഈസ് അവേ ഫ്രം ദ ആക്സിസ്. ദാറ്റ് മീൻസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് മോർ, ബെൻഡിങ് സ്റ്റിഫ്നെസ് ഈസ് മോർ. സോ കൂടുതൽ റെസിസ്റ്റൻസ് ആ സെക്ഷന് ഉണ്ടാവും. സോ ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി നമുക്ക് കുറച്ച് പ്ലെയിൻ സെക്ഷന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഒരു റെക്ടാങ്കിൾ എടുത്തു. റെക്ടാങ്കിളിന്റെ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. നമ്മൾ സെൻട്രോയിഡൽ ആക്സിസിലുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. സോ അതിന്റെ വിഡ്ത്ത് ബി ആണ്, ഡെപ്ത് ഡി ആണെന്ന് വിചാരിക്കുക. സോ യു ഓൾറെഡി നോ ദ ഇക്വേഷൻ ഫോർ ഐ എക്സ് എസ് ആൻഡ് ഐ വൈ വി. ഐ എക്സ് എസ് എന്ന് പറഞ്ഞാൽ ബി ഡി ക്യൂ ബൈ 12 ആണ്. ഐ വൈ വി എന്ന് പറഞ്ഞാൽ ഡി ബി ക്യൂ ബൈ 12 ആണ്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഐ എക്സ് എസ് ഇസ് ഇക്വൽ ടു ബി ഡി ക്യൂ ബൈ 12, ഐ വൈ വി ഇസ് ഇക്വൽ ടു ഡി ബി ക്യൂ ബൈ 12. So area is BD, kx equal to root of ix by a. So x axisലുള്ള radius of gyration എന്ന് പറഞ്ഞാൽ it is the root of ix by a. x axis ലുള്ള moment of inertia ഏതാണോ അതിന്റെ root. So ixx by a എന്ന് കിട്ടി. That is bd cube by 12. That is bd. Okay.
സോ BDQ/12 എന്ന് പറഞ്ഞാൽ IX, ഏരിയ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ആണ് B into D. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? D/√12. സോ ഒരു റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് X ആക്സിസ് കിട്ടി. ഇനി Y ആക്സിസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? IY/A. IY എന്ന് പറഞ്ഞാൽ DBQ/12 അല്ലെ? DBQ/12 ആണ് IY/BD. സോ DBQ/12/BD ആണ് അതിന്റെ മൊമെന്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് B/√12 എന്ന് കിട്ടി. സോ റെക്ടാങ്കുലർ സെക്ഷന്റെ നമ്മൾ കണ്ടുപിടിച്ചു. സോ ഏതൊരു ആക്സിസിലെയും റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദാറ്റ് ആക്സിസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ എൻറ്റയർ സെക്ഷൻ. അതാണ് നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി നമ്മൾ ഒരു ട്രയാങ്കുലർ സെക്ഷൻ എടുത്താൽ ട്രയാങ്കുലർ സെക്ഷന്റെ രണ്ട് ആക്സിസ് വെച്ചാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പറഞ്ഞു. ഒന്ന് സെൻട്രോയിഡൽ ഹൊറിസോണ്ടൽ ആക്സിസ്, രണ്ടാമത്തത് അതിന്റെ ബേസിൽ കൂടിയുള്ള ആക്സിസ് അല്ലെ? സോ സെൻട്രോയിഡൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ BHQ/36 ആണെന്ന് നമ്മൾ കണ്ടു. അതിന്റെ ബേസിൽ കൂടിയുള്ള ആക്സിസിൽ BHQ/12 ആണെന്ന് കണ്ടു. നമുക്ക് ഈ രണ്ട് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √IXS/A ചെയ്യാം, √IBB/A ചെയ്യാം. സോ √IXS/A എന്താ? Area is equal to half BH, KX equal to √IX/A. KX is equal to √IX/A, which is equal to BHQ/36 divided by BH/2. So BH/36 എന്ന് പറഞ്ഞാൽ IX ആണ്, ഏരിയ എന്ന് പറഞ്ഞാൽ half BH ആണ് അല്ലെ? ട്രയാങ്കിൾ ആണ്. സോ BH/2. So while solving you get it as H/√18. സോ സിമ്പിൾ ആണ് കാൽക്കുലേഷൻ. ജസ്റ്റ് IX/A മാത്രം ചെയ്താൽ മതി. ഏത് ആക്സസ് എടുക്കുന്നു മാത്രം അറിഞ്ഞാൽ മതി. സോ IBB സിമിലർലി ചെയ്താൽ KB is equal to IB/A. So you get √BHQ/12 divided by BH/2. So you get the answer as H/√6. So KB is equal to H/√6. KX is equal to H/√18. So next നമ്മളൊരു സർക്കുലർ സെക്ഷൻ വിത്ത് ഡയമീറ്റർ D ആണെന്ന് വിചാരിക്കുക. സോ സർക്കിളിന്റെ പ്രത്യേകത എന്താ? ഏത് ആക്സിസ് എടുത്താലും അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആണ് അല്ലെ? സോ IX is equal to IYY is equal to πd⁴/64. സോ ഏത് ആക്സിസിലും മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആണ്. സോ ഏത് ആക്സിസിലും റേഡിയസ് ഓഫ് ഗൈറേഷനും സെയിം ആയിരിക്കും. സോ we first calculate area is equal to πd²/4. ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താ? IX/A or IY/A, both are same, so no difference. So KX KY same ആണ്, which is equal to πd⁴/64 divided by πd²/4. area π/4d² അല്ലെ? So while you solve this, you'll get the answer as D/4. So radius of gyration കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് IXS കാണുക, IYY കാണുക, ഏത് ആക്സിസ് ആണ് ചോദിച്ചിരിക്കുന്നത് ആ ആക്സിസ് കാണാം, ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു സ്ക്വയർ റൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ, find the moment of inertia of the following sections about the centroidal axis and also find the least radius of gyration. Not least radius of gyration ആണ് കണ്ടുപിടിക്കേണ്ടത്. So rectangle 60 mm wide, 120 mm deep, a circle of radius 40 mm. So നമുക്ക് rectangle തുടങ്ങാം. So solution, first one is rectangle. So rectangle width 60 mm എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെപ്ത് 120 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് സെൻട്രോയിഡൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. സോ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് സെന്ററിൽ നിന്നുള്ള CG എന്നുള്ള രണ്ട് ആക്സിസും, X ആക്സിസും Y ആക്സിസും. ഓക്കെ, സോ X ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം BDQ/12 ആണ്. BDQ/12, B is equal to 60, D is equal to 120 cube divided by 12. You will get the answer as 8.64 into 10⁶ mm⁴. അതാണ് എന്ത്? റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് X ആക്സിസ് വിത്ത് ദീസ് ഡയമെൻഷൻ. സോ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, ജസ്റ്റ് BDQ/12 സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി IYY എന്തായിരിക്കും? DBQ/12. സോ ഡെപ്ത് 120 ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ആക്സിസ് എടുക്കുന്നത്? ആ ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത് ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ ക്യൂബ് അല്ലെ? സോ 120 into 60 cube/12. 120 into 60 cube/12. You get the answer as 2.16 into 10⁶ mm⁴. So IXS IYY രണ്ട് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാ പറഞ്ഞത്. സോ IXS ആക്സിസ് XX ആക്സിസുമായിട്ട് ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്താൽ അതിനൊരു റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് കിട്ടും. IYY ആക്സിസിലും ഒരു റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടും. നമുക്ക് വേണ്ടത് ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. സോ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ വിൽ കറസ്പോണ്ട്സ് ടു ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെ?
നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ആക്സിസിലാണോ റേഡിയസ് ഓഫ് ഗൈറേഷൻ കുറവ് അവിടെ ആയിരിക്കും മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറവ്. അതായിരിക്കും സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ള ആക്സിസ് എന്ന് പറഞ്ഞു. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എടുക്കുക. സോ ഇവിടുത്തെ ലീസ്റ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന IY ആണ് അല്ലേ. സോ ലീസ്റ്റ് റേഡിയസ് ഓഫ് കറസ്പോണ്ട് ടു least moment of inertia, that is IY. So you get the answer of least radius of gyration K minimum is equal to square root of I minimum by A. ഇവിടെ I minimum എന്താണ് 2.16 into 10 raised to 6 divided by area. ഒരു rectangle ആണ്. So 60 into 120 you will get the answer as 17.32 mm. ഇതാണ് ഇതിന്റെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ചെറിയ പ്രോബ്ലം ആണ്, നമുക്ക് 6 മാർക്കിന്റെ സെഷനിലൊക്കെ ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. റേഡിയസ് ഓഫ് ഗൈറേഷൻ I/A എന്നറിയാം, റൂട്ട് ഓഫ് I/A എന്നറിയാം, IXXന്റെ IY വാല്യൂ ഓരോ ഷേപ്പിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലോട്ട് വരാം. അതുകൊണ്ട് ഒരു സർക്കിൾ ഓഫ് റേഡിയസ് 40 mm ആണ്. സോ സർക്കുലർ സെക്ഷൻ റേഡിയസ് 40, സോ ഡയമീറ്റർ ഈസ് 80. സോ സർക്കുലർ സെക്ഷൻ ആയതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് സെയിം അബൌട്ട് ഓൾ ആക്സിസ് വിച്ച് ഈസ് pi d raised to 4 by 64. നമുക്കറിയാം pi d raised to 4 by 64. So pi into 80 raised to 4 divided by 64. IXS IY is equal to pi d raised to 4 by 64 which is equal to pi into 80 raised to 4 by 64 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2.01 into 10 raised to 6 mm raised to 490. So IXS IY is equal to pi d raised to 4 by 64 which is pi into 80 raised to 4 by 64. You get the answer as this. So ഇതാണ് moment of inertia. So least moment of inertia, radius of gyration ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് എല്ലാ ആക്സിസിലും സെയിം moment of inertia ആണ്. സോ ഏത് ആക്സിസ് എടുത്താലും I/A ചെയ്താൽ നമുക്ക് ലീസ്റ്റ് moment of inertia കിട്ടും അല്ലെ. സോ അതിന് ഏരിയ വേണം. ഏരിയ 1/4 pi d square ആണെന്ന് നമുക്കറിയാം. So pi into 8 square by 4, 5.03 into 10 raised to 3 ആണ് ഇതിന്റെ ഏരിയ. You have to find moment of inertia, radius of gyration which is least. So K minimum is equal to I minimum by A, square root of 2.01 into 10 raised to 6 divided by 5.03 into 10 raised to 3. You will get the answer as 20 mm. So ഇതിന്റെ അർത്ഥം എന്താ? ഏത് ആക്സിസിലും 20 mm ഡിസ്റ്റൻസിൽ ഈ ഏരിയ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് സെയിം മൊമെന്റ് ഓഫ് ഇനേഷ്യ ആ സെക്ഷന്റെ ആ ആക്സിസിന്റെ അബൌട്ട് സെയിം ഷേപ്പിൽ കിട്ടുമെന്നാണ് അർത്ഥം. അതല്ല റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഇങ്ങനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ പ്രോബ്ലംസ് ചെയ്യുക. ഇനി ഇത് I സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം, ചാനൽ സെക്ഷനിൽ ചോദിക്കാം. ഏത് സെക്ഷൻ എടുത്താലും എന്ത് ചെയ്താൽ മതി? രണ്ട് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏത് ആക്സിസിലാണോ മിനിമം ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണെന്ന് ചോദിക്കുന്നെങ്കിൽ മിനിമം മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കുക. മിനിമം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡഡ് ബൈ ഏരിയന്റെ സ്ക്വയർ റൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ആക്സിസിന് മിനിമം ആണെങ്കിൽ ടോട്ടൽ സെക്ഷന്റെ മിനിമം റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടും. സോ ഏതെങ്കിലും ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? I സെക്ഷനോ ചാനൽ സെക്ഷനോ ഏത് സെക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചു. ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ ബൈ ഏരിയ ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് ആ ആക്സിസിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കുക. ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഡിസ്കസ് ചെയ്തു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് നമുക്ക് നോക്കാം. സോ അതിനാദ്യം നമ്മൾ വരച്ച ഫിഗർ തന്നെ എടുക്കുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയ എ, അതിന്റെ CG വരെയുണ്ട്. എക്സ് ആക്സിസ് വൈ ആക്സിസ്. എക്സ് ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് y ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് x ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് ആക്സിസ് എന്താണ്? സിഗ്മ AI YA സ്ക്വയർ അല്ലെ. സിഗ്മ AI YA സ്ക്വയർ ആണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എക്സ് ആക്സിസ്, അല്ലെങ്കിൽ ഇന്റഗ്രൽ y സ്ക്വയർ d എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി y ആക്സിസ് ആണെങ്കിൽ അത് AI XI സ്ക്വയർ ആണ്, ഇന്റഗ്രൽ x സ്ക്വയർ d എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇതുവരെ പഠിച്ചത്. ആ മൊമെന്റ് ഓഫ് ഇനേഷ്യനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ എക്സ് ആക്സിസും വൈ ആക്സിസും റെപ്രസെന്റ് ചെയ്താൽ നമ്മൾ അതിന് റെക്ടാങ്കുലർ കമ്പോണൻസ് എന്നാണ് യൂഷ്വലി പറയുക. സോ റെക്ടാങ്കുലർ കമ്പോണൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യനെ റെക്ടാങ്കുലർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കും. ഇനി നമുക്കറിയാം ഇതൊരു 2D പ്ലെയിൻ ആണ് അല്ലെ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2D പ്ലെയിൻ ആണ്. ഇതിനൊരു 3 ഡയമെൻഷനിലോട്ട് ഞാൻ എടുക്കുകയാണെന്ന് വിചാരിച്ചു. സോ എക്സ് ആക്സിസ് വൈ ആക്സിസ് തന്നെ ഞാൻ നിരത്ത് വെച്ചു. സോ നമ്മുടെ പ്ലെയിൻ ഫിഗർ ഇതാണ്, എക്സ് വൈ ഉണ്ട്. സോ ഇത് രണ്ടും അല്ലാതെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്. സോ
നമ്മളൊരു പേപ്പർ എടുത്ത് ആ പേപ്പറിന്റെ പുറത്തോട്ട് നമ്മൾ നേർക്ക് വരുന്ന ഒരു ആക്സിസ്, അതിനെ നമ്മൾ സെഡ് ആക്സിസ് എന്ന് പേര് കൊടുത്തു. സോ ഈ ഫിഗറിനെ ഞാൻ ഇങ്ങനെ വെച്ചു, അതാണ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. അതിന്റെ പെർപെൻഡിക്കുലർ, ആ പ്ലെയിൻ ഫിഗറിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ എക്സും വൈ ആക്സിസിന്റെയും ഇന്റർസെക്ഷൻ, അതാണ് പോയിന്റ് ഓ, ഇന്റർസെക്ഷനിൽ നിന്ന് പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് സെഡ് ആക്സിസ്. സോ ഈ സെഡ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാണെന്ന് വിചാരിക്കാം. സോ നമ്മുടെ സി ജി സെഡ് ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ വൈ ആക്സിസിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലും എക്സ് ആക്സിസിൽ നിന്ന് വൈ ഡിസ്റ്റൻസിലാന്ന് പറഞ്ഞില്ലേ, അതുപോലെ സെഡ് ആക്സിസിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലാണെങ്കിൽ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ഈസ് നോൺ ആസ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. നമ്മൾ ഇതിനെ രണ്ടിനെ റെക്ടാങ്കുലർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിച്ചതുപോലെ പെർപെൻഡിക്കുലർ ആക്സിസിൽ, ആ രണ്ട് ആക്സിസിന്റെ ജോയിന്റിലുള്ള പെർപെൻഡിക്കുലർ ആക്സിസിൽ അല്ലെങ്കിൽ ആ പ്ലെയിൻ ഫിഗറിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ആക്സിസിൽ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഐദർ ജെ ഓർ ഐ സെഡ് സെഡ്. സോ ജെ ഓർ ഐ സെഡ് സെഡ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ വൈ ഐ സ്ക്വയർ പോലെ ഇതിൽ പല ഏരിയാസ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോത്തിന്റെ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ സിഗ്മ എ ഐ ആർ ഐ സ്ക്വയർ ആയിരിക്കും. ചെറിയൊരു സ്ട്രിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡി എ ആയിരിക്കും. ഇതാണ് എന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ മൂന്നാമത്തെ ആക്സിസ്, അതായത് പെർപെൻഡിക്കുലർ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യക്കാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയാം. So it is a moment of inertia about an axis perpendicular to the plane surface. So polar moment of inertia പറയുമ്പോൾ അതിനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയണം അല്ലേ. സോ നമ്മൾ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് ഒരു ആക്സിസിൽ നിന്ന് വേറൊരു ആക്സിസിലോട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഐ about any axis is equal to moment of inertia about centroidal axis plus AH square എന്ന് പറഞ്ഞാണ് പാരലൽ ആക്സിസ് തിയറം. അതുപോലെ നമ്മുടെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. If IXS and IYY are the moment of inertia of a plane section about two mutually perpendicular axes XX and YY. So ഇവിടെ XX, sorry, ഇത് X ആണ്, ഒരു സെക്കൻഡ്. സോ ഇത് IXX ഉം IYY ആണ്. ഓക്കെ, സോ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് സെഡ് ആക്സിസ് ആണ്. ഡിസ്റ്റൻസസ് നമുക്കറിയാം. ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സെഡ് സെഡ്, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ വൈ വൈ, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ എക്സ് എക്സ് ആണെന്ന് നമുക്കറിയാം. സോ പെർപെൻഡിക്കുലർ ആക്സിസും തിയറം അനുസരിച്ച് നമുക്ക് രണ്ട് ആക്സിസ് ഉണ്ട്. ആ രണ്ട് ആക്സിസിൽ പെർപെൻഡിക്കുലർ ആക്സിസ് ഐ എക്സ് എക്സും ഐ വൈ വൈയും ആണെങ്കിൽ ഈ രണ്ട് ആക്സിസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതാണ് ഈ പോയിന്റ്. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ നിന്ന് പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ സം ഓഫ് ഐ എക്സ് എക്സ് ആൻഡ് ഐ വൈ വൈ. സോ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. രണ്ട് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് എക്സ് എക്സും വൈ വൈ, രണ്ട് ആക്സിസ് ഉണ്ട്. അതിൽ ഐ എക്സ് എക്സും ഐ വൈ വൈ ആണെന്ന് വിചാരിക്കുക. സോ അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, അതാണ് നമ്മുടെ O അല്ലെ. ഈ രണ്ടെണ്ണവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് O. അതിൽ നിന്ന് പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് സെഡ്. സോ ആ പെർപെൻഡിക്കുലർ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ സെഡ് സെഡ് ആണെങ്കിൽ ഐ സെഡ് സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക, വൈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുക. എന്നിട്ട് യു ജസ്റ്റ് ആഡ് അപ്പ് ബോത്ത്, യു വിൽ ഗെറ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, ഇനി നമ്മൾ ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇതാണ് ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ മെഷീൻസിലും, നമ്മുടെ വണ്ടിയിലും കാര്യങ്ങളിലും ഒക്കെ ഉള്ളതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഷാഫ്റ്റിൽ സാധാരണ എന്താ സംഭവിക്കുന്നത് നോക്കാം. സോ ഷാഫ്റ്റിൽ സാധാരണ നമ്മൾ റൊട്ടേഷനാണ് കൊടുക്കുക. സോ ഷാഫ്റ്റിന്റെ അറ്റത്ത് പിടിച്ച്, ഷാഫ്റ്റിന് അപ്പുറത്ത് സപ്പോർട്ടഡ് ആണ് അല്ലെ. സോ ഇപ്പുറത്തൊരു റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഷാഫ്റ്റിൽ നടക്കുക ട്വിസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം, ഈ ഫിഗറിൽ കാണാമല്ലോ, ഷാഫ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ആവും. സോ അപ്പുറത്ത് സപ്പോർട്ടഡ് ആയതുകൊണ്ട് ഇപ്പുറത്ത് ട്വിസ്റ്റ് ആയിട്ട് വരും. സോ നമ്മൾ ആക്സിസ് റെപ്രസെന്റ് ചെയ്താൽ, സോ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, നമ്മുടെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്, അതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് സെഡ് ആക്സിസ്. സോ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് ഇത് വളയുന്നത്? എക്സ് ആക്സിസിനാണോ? അല്ലല്ലോ. വൈ ആക്സിസിനെ അല്ല. അതിന്റെ സെഡ് ആക്സിസിനെ വിത്ത് റെപ്രസെന്റ് ചെയ്താണ് ഇത് വളയുക.
സോ നമ്മൾ സാധാരണ ബെൻഡിങ് എടുത്തപ്പോൾ അതിന്റെ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലാണ് അത് വളഞ്ഞത് അല്ലെ, എക്സ് ആക്സിസിനെ വിത്ത് റെപ്രസെന്റ് ചെയ്തിട്ടാണ് അത് വളഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ഒരു ഷാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഷാഫ്റ്റിൽ നമ്മൾ ടോർഷൻ എന്നാ പറയാം. സോ മൊമെന്റ് പോലെ ഷാഫ്റ്റിലുള്ളത് ടോർഷൻ ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസിൽ അത് ട്വിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ബെൻഡ് ചെയ്യും. സോ അങ്ങനെ റൊട്ടേറ്റ് ഓർ ട്വിസ്റ്റ് അബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ആവുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഏത് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും? സെഡ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിരിക്കും. ആ സെഡ് ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് നമ്മൾ എന്താ പറയാ? പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നാ പറയാം. സോ നമ്മൾ ബെൻഡിങ് സ്റ്റിഫ്നെസ് കണ്ടതുപോലെ നമുക്ക് ടോർഷനും ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്. ഇത് ടോർഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. സോ ടോർഷണൽ സ്റ്റിഫ്നെസ് ഉണ്ട്. ടോർഷണൽ സ്റ്റിഫ്നെസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ജെ അല്ലെങ്കിൽ ഐസെഡ് എന്ന് പറയുന്ന വാല്യൂ. ഐസെഡ് എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതുകൊണ്ടാണ് നമ്മൾ ഷാഫ്റ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ഇതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമ്മളൊരു സെക്ഷൻ എടുത്തു. സോ ഈ സെക്ഷൻ എന്താണ്? സർക്കുലർ ഷാഫ്റ്റ് ആണ് അല്ലെ. സോ സർക്കുലർ സെക്ഷൻ എടുത്തു. സർക്കുലർ സെക്ഷന്റെ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. അതിന്റെ ഇന്റർസെക്ഷനിൽ നിന്ന് നമ്മുടെ ഡയറക്ഷനിൽ വരുന്ന ആക്സിസ് ആണ് സെഡ്. ഡയമീറ്റർ ഡി ആണ്. നമുക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കണം. സോ ഒരു സർക്കിളിന്റെ ഐ എക്സും ഐ വൈയും സെയിം ആണ്, പൈ ഡി റേസ്റ്റ് 4/64. അത് നമുക്കറിയാം. ഇനി എങ്ങനെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാം? ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അല്ലെ. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താ? ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും ഈ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേഷ്യയും അറിയാമെങ്കിൽ the perpendicular axis will be having the moment of inertia which is the sum of these two alle. So ixx plus iyy ആണ് izz. So ixx plus iyy എന്ന് പറയുന്നത് pi d raised to 4/64 plus pi d raised to 4/64 which you get as pi d raised to 4/32. So ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് pi d raised to 4/32. ഇത് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഐ എക്സ് എക്സ് കണ്ടുപിടിക്കുക, ഐ വൈ വൈ കണ്ടുപിടിക്കുക, ജസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ്. ഇനി ഈ ഷാഫ്റ്റ് ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ആണ്. ഇത് കണ്ടോ, ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ ഷാഫ്റ്റിന് സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആകുന്ന പകരം നമുക്കുള്ളത് ഒരു ഹോളാണ്. സോ ഇതിന്റെ ഉള്ളിൽ ഒരു ഹോളോ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇതൊരു ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ആണ്. സോ ഹോളോ സർക്കുലർ ഷാഫ്റ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് നമുക്കറിയാം. ഹോളോ സർക്കുലർ ഷാഫ്റ്റ് എടുത്താൽ അതിന്റെ സെക്ഷൻ എടുത്താൽ അതൊരു ഹോളോ സർക്കുലർ സെക്ഷൻ ആണ് അല്ലെ. ഒരു സർക്കിളിൽ നിന്ന് വേറൊരു സർക്കിൾ, സോ വലിയ സർക്കിൾ ഡി, അതിൽ നിന്ന് ചെറിയ ഒരു ഡി ഡയമീറ്റർ ഉള്ള സർക്കിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. സോറി, അത് ഹോളോ സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ഐ എക്സ് എക്സ് എന്താണെന്ന് നമുക്കറിയാം. ഐ എക്സ് എക്സ് ഈക്വൽ ടു ഐ വൈ വൈ, സർക്കിൾ തന്നെയാണ്. സോ ഏത് ആക്സിസ് എടുത്താലും മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആണ്. 5/64 d raised to 4 minus d4 d raised to 4. നമ്മൾ ഇത് നേരത്തെ ടേബിളിൽ എഴുതുമ്പോൾ pi d raised to 4/64 minus 5 small d raised to 4/64 എന്ന് എഴുതി. അത് ഞാൻ വെറുതെ കോമൺ ഫാക്ടർ പുറത്തെടുത്തിട്ട് ഒരു സിമ്പിൾ ഇക്വേഷൻ ആക്കിയതാണ് ഇത്. ഐ എക്സ് എക്സ് ഈക്വൽ ടു ഐ വൈ വൈ ഈക്വൽ ടു 5/64 d raised to 4 minus small d raised to 4. സ്മോൾ ഡി എന്ന് വെച്ചാൽ ഇന്നർ ഡയമീറ്റർ, ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡയമീറ്റർ. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ബൈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഐ എക്സ് എക്സും ഐ വൈ വൈയും ആഡ് ചെയ്യുമ്പോൾ we will get the answer as 5/32 d raised to 4 minus small d raised to 4. So ഇതാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. ഇവിടെയും നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഐ എക്സ് എക്സ് കണ്ടുപിടിക്കുക, ഐ വൈ വൈ കണ്ടുപിടിക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് 5/32 d raised to 4 minus d raised to 4 കൂടെ ഓർക്കാൻ പറ്റുമെങ്കിൽ ആ ഇക്വേഷൻ ഓർക്കുക, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതേപോലെ നമുക്ക് റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ട്. റെക്ടാങ്കുലർ സെക്ഷന്റെ ഐ എക്സ് എക്സും ഐ വൈ വൈ ആഡ് ചെയ്തിട്ട് അതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒന്ന് നിങ്ങൾ തന്നെത്താൻ കണ്ടുപിടിച്ച് നോക്കുക. അതിന്റെ പ്രോബ്ലംസും ചെയ്ത് നോക്കുക. സോ നമുക്കിനി ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ 50 mm. ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തത്, വാട്ട് വിൽ ബി ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇഫ് ദ സെയിം ഷാഫ്റ്റ് ഈസ് മേഡ് ടു എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് വിത്ത് ഇന്നർ ഡയമീറ്റർ 30 mm. സോ ഒന്നാമത്തത് സോളിഡ് ആണ്, രണ്ടാമത്തത് ഹോളോ ആണ്. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ച് നോക്കും. സോറി, പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കും. സോ ഇതാണ് സോളിഡ് സർക്കുലർ ഷാഫ്റ്റ്. അതിന്റെ ഡയമീറ്റർ 50 mm ആണെങ്കിൽ നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ? pi d raised to 4/32. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 50 raised to 4/32 യു ഗെറ്റ് ദ ആൻസർ ആസ് ദിസ്. സോ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർക്കാൻ പറ്റുന്നില്ല, സർക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയുള്ളൂ. സോ pi d raised to 4/64 ആണ് അല്ലെ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും. സോ ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചിട്ട് രണ്ടും
ആഡ് ചെയ്താലും മതി. ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ പൈ ഡി റേസ് ടു 4/32 എന്ന് എഴുതിയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സെക്കൻഡ് പാർട്ടിൽ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ആണ്. ഹോളോ സർക്കുലർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇത് നമ്മുടെ സർക്കുലർ ഷാഫ്റ്റ്, അതിൽ നിന്ന് ഒരു 30 mm ഡയമീറ്റർ ഉള്ള സർക്കിൾ എടുത്ത് മാറ്റുന്നു. സോ യു ഗോട്ട് ദ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. ഇതാണ് നിങ്ങളുടെ ഹോളോ സർക്കുലർ ഷാഫ്റ്റ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് നേരത്തെ ഇക്വേഷൻ കണ്ടു, π/32 d⁴ - d⁴. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ IX കണ്ടുപിടിക്കുക, IY കണ്ടുപിടിക്കുക. ഇത് സർക്കുലർ ഷാഫ്റ്റ് ആയതുകൊണ്ട് രണ്ടും സെയിം ആയിരിക്കും അല്ലെ. സോ π/64 d⁴ - d⁴ എന്ന് കണ്ടുപിടിച്ച് 2 പ്രാവശ്യം അതിനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. അതിന്റെ പകരം ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ π/32 into d⁴ - d⁴ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ദിസ് വൺ. ഓക്കെ, ഇതാണ് നമ്മുടെ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ പ്രോബ്ലംസ് സാധാരണ ഗതി ചോദിക്കും. ഇത് നിങ്ങൾക്ക് ഏത് സെക്ഷൻ വേണമെങ്കിലും ചോദിക്കാം. ഇതുപോലെ ഏത് സെക്ഷൻ ചോദിച്ചാലും IXS ഉം IYY ചോദിച്ചിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടും. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് അവർ മൊഡ്യൂൾ 1. സോ മൊഡ്യൂൾ 1 നമ്മൾ പഠിച്ചത് ബേസിക്കലി എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയിരുന്നു. എന്താണ് ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻ എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി ഒരു ബോഡി എടുത്താൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ആ ബോഡിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ സെന്റർ ഓഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ മാസ് ആക്ട് ചെയ്യുന്ന സെന്റർ. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ അതിന്റെ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ പറയുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യയും റേഡിയസ് ഓഫ് ഗൈറേഷനും പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യും. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.